പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 2-ാം മാസത്തിൻ്റെ 7-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 77-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, എന്നാൽ അത് എൻ്റെ കഷ്ടതയാകുന്നു, അത്യുന്നതൻ്റെ വലം കൈവരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു. കടഭാരം, സാമ്പത്തിക നഷ്ടങ്ങൾ, രോഗങ്ങൾ, അപകടങ്ങൾ, മരണങ്ങൾ, മറ്റുള്ളവരിൽ നിന്നുള്ള അവഗണനകൾ, ജീവിത പരാജയങ്ങൾ തുടങ്ങിയവയെല്ലാം കഷ്ടതയുടെ ഗണത്തിൽ വരും. എന്നാൽ നമുക്ക് നേരിടുന്ന കഷ്ടതയുടെ പൂർണ്ണ ദൈവത്തിൻ്റെ ഉദ്ദേശം വ്യക്തമായി ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. നാം എത്രയെല്ലാം ദൈവവചനം നിരത്തി വെച്ചാലും അതിന് വ്യക്തമായ മറുപടി ആകുന്നില്ല. എന്നാൽ ചില ഭക്തന്മാർ കഷ്ടതയിൽ നിന്നും മോചനം പ്രാപിച്ചതിന് ശേഷം അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നും അവർ പഠിച്ച പാഠം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം ബുദ്ധി കൊണ്ട് പഠിക്കുന്നതും അനുഭവം കൊണ്ട് പഠിക്കുന്നതും തമ്മിൽ വളരെ അന്തരമുണ്ട്. ബുദ്ധി കൊണ്ട് പഠിച്ചതും ബുദ്ധി കൊണ്ട് പറയുന്നതും മറ്റൊരുവൻ്റെ ബുദ്ധിയിലേക്ക് മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. എന്നാൽ അനുഭവത്തിൽ നിന്നും പഠിക്കുന്നതും ഹൃദയത്തിൽ നിന്നും പകർന്നു കൊടുക്കുന്നതുമായ ഏത് കാര്യങ്ങളും മറ്റൊരുവൻ്റെ ഹൃദയത്തെയും ജീവിതത്തെയും സ്വാധീനിക്കുവാനിടയാകും. വിശപ്പ് അറിഞ്ഞവൻ മറ്റുള്ളവരെ സഹായിക്കുന്നത് വെറും ദാനങ്ങളായിട്ടല്ല, മറിച്ച് സഹജനത്തോടുള്ള സഹാനുഭൂതി ആയിട്ടാണ്. അന്തരംഗത്തിൽ നിന്നും പുറപ്പെടണമെങ്കിൽ ജീവിത അനുഭവം വേണം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ക്രിസ്തു കഷ്ടം അനുഭവിച്ചതുകൊണ്ട് കഷ്ടങ്ങളിലുള്ളവരെ ആശ്വസിപ്പിക്കുന്നത് ദൈവം എന്ന നിലയിലല്ല, മറിച്ച് കഷ്ടം അനുഭവിച്ചറിഞ്ഞ മനുഷ്യപുത്രൻ എന്ന നിലയിലാണ്. ആമേൻ. സുഖത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയങ്ങളിൽ ദൈവത്തോട് അടുക്കുന്നതിനേക്കാൾ കഷ്ടതയുടെയും വേദനയുടെയും സമയങ്ങളിലാണ് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ കഴിയുന്നതും ദൈവത്തെ അടുത്ത് അറിയുവാൻ ഇടയാകുന്നതും എന്നതിന് സംശയമില്ല. നമ്മെ സ്നേഹിക്കുന്ന കർത്താവിനെ കുറിച്ചും അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും കരുതലിൻ്റെ വ്യാപ്തിയും നടത്തിപ്പിൻ്റെ ശ്രേഷ്ഠതകളും നാം ആഴത്തിൽ അറിയുവാൻ വേണ്ടി ദൈവം നമ്മെ കഷ്ടതയിൽ കൂടെ കടത്തിവിടാറുണ്ട്. യോബിൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിയുവാൻ വേണ്ടിയായിരുന്നു. ദൈവത്തിൻ്റെ കരുതലിൻ്റെ മഹത്വം തിരിച്ചറിയുവാൻ വേണ്ടിയായിരുന്നു. യോസഫിൻ്റെ കഷ്ടതകൾ, ദാവീദിൻ്റെ കഷ്ടതകൾ, ദാനിയേലിൻ്റെ കഷ്ടതകളെല്ലാം ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിയുവാൻ ഉള്ള കഷ്ടതയായിരുന്നു. അതുപോലെ ദൈവവചനത്തിൻ്റെയും അർത്ഥവും വ്യാപ്തിയും ആഴത്തിൽ അനുഭവത്തിൽ കൂടെ പഠിക്കേണ്ടതിനായിട്ടാണ് തന്നെ കഷ്ടതയിൽ കൂടെ കടത്തിവിട്ടതെന്ന് സങ്കീർത്തനക്കാരൻ അവകാശപ്പെടുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. പ്രിയ ദൈവവേദനേ, ലോകത്തിൽ നമുക്ക് കഷ്ടതകൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെട്ടിരിക്കണമെന്നാണ് കർത്താവ് അരുളി ചെയ്തത്. എന്നാൽ കഷ്ടതയുടെ വിധമോ ദൈർഘ്യമോ അവിടുന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഓരോരുത്തരുടെയും കഷ്ടം മറ്റുള്ളവരുടെ മുന്നിൽ നിന്നും വ്യത്യാസമാണ്. ഇവിടെ കഷ്ടത ഉണ്ടെന്നുള്ളതല്ല, അതിനെ നേരിടുന്ന വിധമാണ് പ്രധാനമായിരിക്കുന്നത്. കഷ്ടതയെക്കുറിച്ചുള്ള മനുഷ്യരുടെ ചിന്തകൾക്കും പ്രതികരണങ്ങൾക്കും വ്യത്യാസമുണ്ട്. കഷ്ടത വരുമ്പോൾ ഓടി രക്ഷപ്പെടുന്നതും മറ്റുള്ളവരെ ശപിക്കുന്നതും കുറ്റം മറ്റൊരാളുടെ പേരിൽ ആരോപിക്കുന്നതും ശരിയായ മാർഗമല്ല. കഴിഞ്ഞ കാലങ്ങളിൽ അനുകൂലമായിരുന്നു ദൈവം ഇപ്പോൾ എന്നെ തള്ളിക്കളഞ്ഞത് കൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെയൊക്കെ ഭവിച്ചതെന്നും ഇനി ഒരിക്കലും ദൈവം അനുകൂലമായി ഇരിക്കുകയില്ല എന്നുമുള്ള ചിന്തകൾ മനുഷ്യനെ അലട്ടുന്നുണ്ട്. നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് വിടുതൽ ലഭിക്കാതിരിക്കുകയും കഷ്ടത നീണ്ടുപോവുകയും അളവ് കൂടി വരികയും ചെയ്യുമ്പോൾ
മിക്ക ദൈവമക്കളും ഇങ്ങനെ ചിന്തിച്ചു പോകും. പ്രിയ ദൈവവൈതലേ, നാം ചിന്തിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. നമ്മുടെ കഷ്ടതയിൽ ദൈവവും നമ്മോട് പങ്കാളിയായി കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ കഷ്ടതയിൽ നമ്മെ തനിയെ വിടുകയില്ല, കർത്താവും കൂടെ ഉണ്ടായിരിക്കുമെന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ വചനം നമുക്ക് ആമേൻ വ്യക്തമായും ശക്തമായും മുന്നറിയിപ്പ് തരുന്നുണ്ട്. എത്രമാത്രം ആമേൻ നമ്മുടെ ആമേൻ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ ഒരു ഭക്തന്റെ ജീവിതം എത്രമാത്രം ധൈര്യമായിരിക്കുമെന്നും ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമ്പോൾ കഷ്ടതയിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നറിയുമ്പോൾ ഒരു ഭക്തന്റെ ജീവിതത്തിൽ എത്രത്തോളം ധൈര്യം പകരുവാൻ ഇടയാകുമെന്ന് ഇന്ന് പ്രഭാതം നാം ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ സ്നേഹിതരെ തിരിച്ചറിയുവാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടമാകുമ്പോൾ സ്തോത്രം കഷ്ടതയുടെ നടുവിൽ ഇനി ഒരിക്കലും ഇവനൊരു ഉയർച്ച കാണുകയില്ല എന്നും വിധി എഴുതി ഓടിമറയുന്ന സ്തോത്രം സ്നേഹിതരും കഷ്ടതയിൽ നമ്മെ കൈത്താങ്ങുവാനും നമ്മെ കരുതുവാനും ഉള്ള സഹോദരന്മാർ പോലും നമ്മെ കാണാതെ മാറി മറിയുകയും ചെയ്യുമ്പോൾ നമ്മുടെ കഷ്ടതയുടെ നടുവിൽ ഒരു പരിധിവരെ സഹോദരങ്ങളും കൂടെ നിൽക്കുകയുള്ളൂ. എന്നാൽ ദൈവവചനം പറയുന്നു, ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, മറക്കുകയുമില്ല. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. കഷ്ടതയിൽ കൂടെ നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ സ്തോത്രം. ഈ ഭൂമിയിൽ യേശു കർത്താവ് അനുഭവിച്ചതുപോലത്തെ ഒരു കഷ്ടം മറ്റാരും അനുഭവിച്ചിട്ടുണ്ടാകത്തില്ല. എന്നാൽ ആ കഷ്ടതയുടെ നടുവിൽ നിന്നുകൊണ്ട് നമ്മെ ഉയർത്തുവാനും നമ്മെ കഷ്ടതയിൽ നിന്നും മാനിപ്പാനും ദൈവം എത്രത്തോളം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് ഈ പ്രഭാതമൊന്ന് നാം ഒന്ന് നോക്കി. പ്രിയ ദൈവത്തിലെ നമ്മുടെ കഷ്ടത നമ്മെ തകർത്തു കളയുവാനല്ല, ആ കഷ്ടതയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ വന്ന രോഗം നമ്മെ കൊന്നുകളയുവാനായിട്ടല്ല, നമ്മെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടല്ല. ആ രോഗബലഹീനതയുടെ നടുവിൽ നിന്നും ഒരു ആരോഗ്യത്തോടെ ഒരു മടങ്ങിവരവ് നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ നമ്മെ തകർച്ചു കളയുവാനല്ല. സമ്പത്തുണ്ടായിട്ടും മനുഷ്യർ സ്വസ്ഥത നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ബാധ്യതകളുടെ നടുവിൽ പകച്ചു നിൽക്കുന്ന ദൈവമക്കളെ നോക്കി, കഷ്ടതയുടെ നടുവിൽ നിരാശയോടുകൂടെ നിൽക്കുന്ന ദൈവവൈദ്യങ്ങളെ നോക്കി ദൈവം പറയുന്നു, ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അത് എൻ്റെ സങ്കീർത്തനക്കാരൻ പാടുന്നു, എന്നാൽ അത് എൻ്റെ കഷ്ടതയാകുന്നു, അത്യുന്നതൻ്റെ വലം കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ ഞാനത് പറയും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കഷ്ടതയുടെ നടുവിൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ആമേൻ. പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവ്, ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. ജീവിതങ്ങളിൽ സമാധാനമില്ലാതെ, കർത്താവ് സ്വസ്ഥതയില്ലാതെ അനേകരായിരിക്കുമ്പോൾ എൻ്റെ ദൈവം ഇന്ന് പ്രഭാതത്തിൽ അവിടെ പ്രാർത്ഥനയുടെ മറുപടികളെ അയച്ച് ആദരിച്ച് അനുഗ്രഹിക്കണം. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കും, മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.